ഹായ് ഗൈസ്, മാർക്കറ്റ് മാനേജ്മെൻറ്റ് പുതിയൊരു ഡെയിലി ടെക്നിക്കൽ ടോക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് എന്നത്തെയും പോലെ തന്നെ നിഫ്റ്റിയിൽ നിന്ന് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നിഫ്റ്റി നമ്മൾ ഇവിടെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ചെറിയൊരു ലെവൽ ഈ ഒരു ലോ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റി. ഇപ്പോൾ ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആയിരുന്നു ബ്രേക്ക് ഡൗൺ വന്നത്. ആ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ബ്രേക്ക് ഡൗൺ വന്നെങ്കിൽ കൂടിയും അതിനൊരു കണ്ടിന്യൂഷൻ കിട്ടിയിട്ടില്ല. അതിനുശേഷം നമ്മൾ ഈ ഫെയിൽഡ് ബ്രേക്ക് ഔട്ടായിട്ട് തിരിച്ച് വീണ്ടും മുകളിലേക്ക് തന്നെ പോയി ക്ലോസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി. പക്ഷേ സ്റ്റിൽ നിഫ്റ്റിയുടെ ടോട്ടൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ട്രെൻഡ് ലൈൻ അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ട്രെൻഡ് ലൈൻ ആണ്. ഈ ട്രെൻഡ് ലൈനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ടെസ്റ്റ് 2 ടെസ്റ്റ് 3 ടെസ്റ്റ് ആ 3 ടെസ്റ്റിന് ശേഷം ഒരു ബ്രേക്ക് ഡൗൺ തന്നു. പിന്നെ തിരിച്ചൊരു റീടെസ്റ്റ് ടു ദ അപ്വേർഡ് പാർട്ട് ഓഫ് ദി ട്രെൻഡ് ലൈൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇവിടുന്ന് നല്ലൊരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്താൽ പ്രോപ്പറായിട്ട് നിഫ്റ്റി ഒരു അപ്വേർഡ് ട്രെൻഡിലേക്ക് വീണ്ടും പോയി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം നിഫ്റ്റി ഒരു സൈഡ് വേസ് സിനാരിയോയിലാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഡെഫിനറ്റ്ലി ഈ ഒരു സപ്പോർട്ട് ലെവൽ ആയിരുന്നു. ഈ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് ഓൾറെഡി. സോ ഇവിടെ ബയേഴ്സ് ഒന്നും ഇല്ലെന്ന് നമ്മൾ കൺഫേം ചെയ്ത് കാരണം ഇത് ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലേക്ക് ബൈയിങ് വന്നിട്ടുള്ളത്. സോ ഇവിടുത്തെ ബൗൺസ് ചെയ്യല്ല ചെയ്തത്. സോ ലെറ്റ് സി ഇഫ് നിഫ്റ്റി വിൽ ഫാൾ ഡൗൺ ഓർ ഗോ അപ്പ്. ബട്ട് ഐഡിയൽ കേസ് സിനാരിയോ നിഫ്റ്റി ഇപ്പോഴത്തെ ഐഡിയൽ സിനാരിയോയിൽ നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസ് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നിഫ്റ്റി ഒരു സൈഡ് വേസ് ആക്ഷനിലേക്കാണ് പോയിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഈ ട്രെൻഡ് ലൈൻ മുകളിലൊക്കെ ഒന്ന് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരു അപ്സൈഡ് മൂവ് ആണ് നിഫ്റ്റിയിൽ വരുന്നതെന്ന് നമുക്ക് പറയാം. പക്ഷേ റൈറ്റ് നോ അതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം സ്റ്റോക്സിൽ അല്ലെങ്കിൽ ബ്രോഡർ മാർക്കറ്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ബ്രോഡർ മാർക്കറ്റ് വളരെയധികം ബെയറിഷാണ് അല്ലെങ്കിൽ വളരെയധികം എന്താ പറയുക സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സ് ആയ വൺ ഓഫ് ദ മെയിൻ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഒരു 8 ഡേ സ്ട്രെയിറ്റ് ഫോളിന് ശേഷം ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട് ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സ് ഓർ മേ ബി സ്മോൾ ക്യാപ് ഇൻഡെക്സ്. ഈ ഒരു പുൾ ബാക്കില്ലേ, ഈ ഒരു പുൾ ബാക്ക് വന്നതുകൊണ്ട് തന്നെയായിരിക്കാം നിഫ്റ്റിയിലും നല്ലൊരു പുൾ ബാക്ക് നമുക്ക് കാണുന്നത്. പക്ഷേ ആസ് സോൺ ആസ് ദി സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഫാൾസ് ഡൗൺ നിഫ്റ്റി ഓൾസോ മൈറ്റ് കം ഡൗൺ വിത്ത് ഇറ്റ്. സോ നമുക്ക് സ്മോൾ ക്യാപ് ഇൻഡെക്സിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി കാണണം. ഇങ്ങനെ പോകുമോ അതോ സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഇങ്ങനെ താഴത്തേക്ക് വരുമോ എന്ന് നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും. സോ ഡെഫിനറ്റ്ലി ഗ്ലോബൽ ക്യൂസ് ആൻഡ് കാര്യങ്ങളൊന്നും അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യൻ്റെ GDP ഗ്രോത്ത് ഉണ്ട് എന്നാൽ പക്ഷേ ഗ്രോത്ത് പൂർണ്ണമായിട്ട് എവിടെയും കാണുന്നില്ല എന്നൊക്കെ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്ന കാണാം. ഇറ്റ്സ് അപ് ടു നമുക്ക് എന്തായാലും അങ്ങനത്തെ എക്സ്റ്റേണൽ ന്യൂസും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. ഡെഫിനറ്റ്ലി പ്രൈസ് ആക്ഷനിൽ തന്നെ ശ്രദ്ധിക്കാം. സോ ഈ ഒരു വീഡിയോ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിഫ്റ്റി അല്ലെങ്കിൽ സ്മോൾ ക്യാപ് ഇൻഡെക്സ് 10 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിൽ ക്ലോസ് വന്നിരിക്കുകയാണ്. റൈറ്റ്. ഞാൻ പല വീഡിയോകളായിട്ട് പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് അഥവാ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെറ്റ് ദ സ്മോൾ ക്യാപ് ഇൻഡെക്സ് ക്ലോസ് എബവ് 10 പീരീഡ് മൂവിങ് ആവറേജ്. സോ ഇവിടെ ഒരു ക്ലോസ് വന്ന് 10 പീരീഡ് മൂവിങ് ആവറേജ്. അപ്പോൾ ഈ ഒരു കേസിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ഈ ഒരു കേസിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു നമ്മുടെ പല വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ഇന്നാണ് ആ സൂചന വന്നിരിക്കുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷം നിഫ്റ്റി സ്മോൾ ക്യാപ് ഇൻഡെക്സ് 10 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഡു വി ട്രേഡ് ഫ്രം ടുമോറോ ഓൺവേർഡ്സ് ഓർ നോട്ട്. അപ്പോൾ നമ്മുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്റ്റഡി അനുസരിച്ച് സ്മോൾ ക്യാപ് ഇൻഡെക്സ് 10 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് സ്വിംഗ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതാണ് നമ്മുടെ ബേസിക് സ്റ്റഡി. സോ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് സ്റ്റഡിയിലേക്ക് പോവുകയാണ്. ഓൾറെഡി സ്മോൾ ക്യാപ് ഇൻഡെക്സ് 10 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രെഡ്ത്ത് എടുത്തു നോക്കുന്നത്. ബ്രെഡ്ത്തിൽ എന്താണ് പറയുന്നത്? ബ്രെഡ്ത്തിൽ പറയുന്നത് ഡെഫിനറ്റ്ലി സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ ഓവറോൾ മാർക്കറ്റിൽ ചെറിയൊരു ബൗൺസ് വന്നിട്ടുണ്ട്. സ്റ്റോക്സ് അബവ് 50 പീരീഡ് മൂവിങ് ആവറേജ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഈ ഒരു വര ഞാൻ വരച്ചിരിക്കുന്നത് 25 ലെവൽ ഞാൻ വരച്ചിരിക്കുന്നത് വെച്ചാൽ ഇതൊരു ഓവർ സോൾഡ് ഏരിയ ആണ്. അതായത് എക്സ്ട്രീംലി ബെയറിഷ് സിനാരിയോസ് വരുമ്പോൾ മാത്രമേ നമ്മുടെ ഈ ഒരു ചാർട്ട് ഈ 25 അല്ലെങ്കിൽ 20ക്ക് താഴേക്ക് പോവുള്ളൂ. റൈറ്റ്. ആ ഒരു സിനാരിയോ നമ്മൾ ഡിസംബർ ഫെബ്രുവരിയിലൊക്കെ കണ്ടിരുന്നു. അതിന് ഏപ്രിൽ നല്ലൊരു ബുള്ളിഷ്നെസ് വന്നപ്പോൾ വീണ്ടും കയറിപ്പോയില്ലേ. പക്ഷേ ഈ ഒരു ബുള്ളിഷ്നെസ് വരാത്തടത്തോളം കാലം അറ്റ്ലീസ്റ്റ് ഈ ഒരു ചാർട്ട് നല്ലൊരു ഫാസ്റ്റ് ത്രസ്റ്റ് തന്നിട്ട്
അറ്റ്ലീസ്റ്റ് ഒരു 40-45 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാത്തടത്തോളം കാലം നമുക്കൊരിക്കലും ഒരു ബുള്ളിഷ് മൂവ് അല്ലെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് ട്രേഡ് എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഡെഫിനറ്റ്ലി 10 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ക്ലോസ് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റിക്വയർമെൻ്റ് ആണ്. സെക്കൻഡ് റിക്വയർമെൻറ്റ് ഡെഫിനറ്റ്ലി എന്തായിരിക്കും, സ്റ്റോക്സ് എബവ് 50 EMA അറ്റ്ലീസ്റ്റ് 40 എബോവിലേക്കും പോയിരിക്കണം. അതുമല്ല ആ മൂവ്മെൻറ്റ് എബവ് 40 പോകുന്ന മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഇവിടെ നോക്കി നിങ്ങൾ 9th ഏപ്രിലിന് 22.95% ഓഫ് ദ സ്റ്റോക്സ് ആണ് എൻ്റെ 50 പീരീഡ് മൂവിങ് ആവറേജിൽ. 11th ഏപ്രിൽ എന്താ വന്നത്? 11th ഏപ്രിലിന് അത് 31. 11th ഏപ്രിൽ കഴിഞ്ഞ് അത് 15th ഏപ്രിൽ 31, 46, റൈറ്റ്. ആ ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവും. 9th ഏപ്രിൽ 22 നിന്ന് 2 ദിവസം കൊണ്ട് 46 അങ്ങനത്തെ ഒരു ത്രസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഈ ബ്രെത്തിൽ അങ്ങനത്തെ ഒരു ത്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൺവിൻസിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് വി ക്യാൻ ട്രേഡ് റൈറ്റ് നൗ ഇൻ ദിസ് മാർക്കറ്റ്. ഈവൻ ദോ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഈ ഒരു ക്ലോസ് നമുക്ക് തന്നിട്ടുണ്ട് 10 പീരീഡ് മൂവിങ് ആവറേജ്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ നമ്മൾ 11th ഏപ്രിൽ 12th ഏപ്രിലൊക്കെ സമയത്ത് ഉണ്ടോ ഫാസ്റ്റ് വലിയ വലിയ ഗ്യാപ്സ് വന്നുകൊണ്ട് ഫാസ്റ്റ് മൂവ്സ് ആണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നമുക്ക് തന്നിരിക്കുന്നത് ആ പീരീഡ് ആ സമയങ്ങളിൽ. ഇവിടെ നോക്കി ഉണ്ടോ വലിയ ഗ്യാപ്പോടുകൂടി വലിയൊരു ഫാസ്റ്റ് മൂവ് അപ്സൈഡാണ് May 12th തന്നിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ത്രസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇവിടെ കിട്ടിയിട്ടില്ല. ഇവിടെ സ്റ്റിൽ ആ ലെവലിലേക്ക് കിടന്ന് ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്. സോ നമുക്ക് ഡെഫിനറ്റായിട്ട് എക്സ്ക്ലൂസീവ്ലി പറയാൻ പറ്റില്ല നമുക്ക് നാളെ വല്ല മാർക്കറ്റിൽ ട്രേഡ് എടുത്ത് തുടങ്ങാമെന്ന്. കാരണം മാർക്കറ്റിൽ ബ്രെത്തിൻ്റെ ത്രസ്റ്റ് കുറവാണ്. കാരണം നമ്മൾ May 12th എന്നുള്ള സമയത്ത് ഇവിടെ May 9th നിന്ന് May 12th ഒറ്റ ദിവസം കൊണ്ട് 40% ഓഫ് സ്റ്റോക്സ് അബവ് 50 പീരീഡ് മൂവിങ് ആവറേജിൽ നിന്ന് സ്ട്രെയിറ്റ് 66% ആണ് പോയത്. ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 18, 21, 23 അല്ലെങ്കിൽ 2% ചേഞ്ച് ആണ് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസങ്ങളിൽ. ഈവൻ ദോ ഇറ്റ്സ് ഗോയിങ് ടു അപ്സൈഡ്. സോ ആ ഒരു ട്രസ്റ്റ് പോരാ നമുക്ക്. ലെറ്റ്സ് സേ ഇത് 18 ആണെങ്കിൽ നാളെ 30, 28, 30, മറ്റന്നാൾ 40, 45 ആ ഒരു സിനാരിയോ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ അഗ്രസീവായി ട്രേഡ് ചെയ്യേണ്ടത്. പക്ഷേ റൈറ്റ് നൗ നമ്മൾ കൂടുതൽ അഗ്രസീവായി ട്രേഡ് ചെയ്യാൻ പാടില്ല. കാരണം ഈ പറഞ്ഞ ബ്രെത്ത് ത്രസ്റ്റ് എന്ന കാര്യമില്ല എന്നാണ്. സോ നമ്മൾ പല വീഡിയോകളായിട്ട് പഠിച്ചിരുന്ന കേസായിരുന്നു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 10 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാം എന്ന്, അല്ലേ? ആസ് എ സ്വിംഗ് ട്രേഡ്. ഇപ്പോൾ സെക്കൻഡ് ഇതൊരു കുറച്ചുകൂടി അഡ്വാൻസ് ആയ ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്, even though small cap index is above its 10 period moving average, you should always check the breadth. So breadthൻ്റെ ത്രസ്റ്റ് വരുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ആ ത്രസ്റ്റ് നമ്മുടെ ഇൻഡെക്സിലും കാണുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. റൈറ്റ്, ഇതാ ഇവിടെ കണ്ടോ ഈ ഒരു വലിയ ഗ്യാപ്പിൽ വലിയ ഹെവി മൂവ് ടു ദ അപ്സൈഡ്സ് ഇവിടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ത്രസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. So that is all for today. I hope you understood something from this video. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബ്രെഡ്ത്ത് എന്താണെന്നും ബ്രെഡ്ത്ത് ട്രസ്റ്റ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് യു ആൻഡ് ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ അഗൈൻ. ബൈ.